ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ കളിയെ കുറിച്ചാണ്. എന്താ പറയേണ്ട അതിനെക്കുറിച്ച്? ചില മനുഷ്യരുണ്ട്, അവരെ കാലത്തിന് തോൽപ്പിക്കാൻ കഴിയില്ല. അവർ വീണു എന്ന് ലോകം ഉറപ്പിച്ച് പറയുമ്പോഴും അവരുടെ യുഗം അവസാനിച്ചു എന്ന് വിമർശകർ എഴുതി തള്ളുമ്പോഴും അവർ ചാരത്തിൽ നിന്ന് എഴുന്നേൽക്കും. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ. വേറെ ആരുമല്ലല്ലോ ഇന്നലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കണ്ടത്. മറ്റാരുമല്ല, പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണെന്ന് പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, എന്താ പറയാ, ഒരു അമാനുഷ്യൻ എന്ന് തന്നെ പറയാം. ആർക്കാണോ ഈ ലോകകപ്പ് അഗ്നിപരീക്ഷയാവുമെന്ന് എല്ലാവരും പ്രവചിച്ചത്, അയാൾ തന്നെ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വേറെ ആരുമല്ല, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിഹാസം പഴയ പഴയ പ്രതാപത്തിലേക്കുള്ള തിരിച്ചുവരവ് തന്നെയായിരുന്നു. ലോകത്തുള്ള കോടിക്കണക്കിനുള്ള ആരാധകരെ എന്താ ആവേശത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു നല്ലൊരു ദിവസമായിരുന്നു. എല്ലാ ആരാധകരും എന്താണോ പ്രതീക്ഷിച്ചത്, എന്താണോ അവനിൽ നിന്ന് പ്രതീക്ഷിച്ചത്, അത് അവനിൽ നിന്ന് പൂർണ്ണമായും കൊടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഗ്രൂപ്പ് കെയിൽ നല്ലൊരു പോരാട്ടമായിരുന്നു ഇന്നലെ നടന്നത്. നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ ഏഷ്യയിലെ അത്യാവശ്യം നല്ലൊരു രാജ്യമാണ്. ഉസ്ബെക്കിസ്ഥാനുമായിട്ടായിരുന്നു നടന്നത്. ആരും മോശക്കാരൊന്നുമല്ല. ചിലവർ പറയുന്നുണ്ട്, വിമർശകർ പറയുന്നുണ്ട്, അത് ചെറിയ രാജ്യമായതുകൊണ്ടാണ് അങ്ങനെ അടിച്ചത്. അതൊന്നുമല്ല. ഏത് രാജ്യമായാലും അന്നേരത്തെ രീതി തന്നെയായിരിക്കും. ആർക്കും ആരെയും തോൽപ്പിക്കാം, അതാണ് ഫുട്ബോൾ. അല്ലാണ്ട് ആരും മോശക്കാരനെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ഉസ്ബെക്കിസ്ഥാനെ അവർ 5 ഗോളുകൾ, എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് നമ്മുടെ പോർച്ചുഗൽ എന്താ പറയുക, തല്ലി തകർത്ത് കളഞ്ഞത്. അതോടുകൂടി നമ്മുടെ പോർച്ചുഗലിൻ്റെ ലോകകപ്പിൽ ഇനിയുള്ള പ്രതീക്ഷകൾക്ക് വളരെയധികം, എന്താ പറയുക, ഇനിയുള്ള കടമ്പകൾക്ക് വളരെയധികം പ്രതീക്ഷകളാണ് നമ്മുടെ ആരാധകർക്ക് കൊടുത്തിരിക്കുന്നത്. എന്താ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണുക. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വൈകാരികമായ ഓരോ മുഹൂർത്തങ്ങളും മാക്സിമം ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ കളി തുടങ്ങി ആരാധകരൊന്ന്, എന്താ പറയണത്, നമ്മളൊന്ന് കണ്ടൊന്ന് ഇരുന്ന് കളി കാണാനിരിക്കുന്ന ആ നിമിഷം തന്നെയാണ് ആദ്യത്തെ പ്രകമ്പനം നമ്മുടെ സ്റ്റേഡിയത്തിൽ ഉണ്ടായത്. വേറെ ആരുമല്ല, ആറാം മിനിറ്റിൽ, അതായത് വെറും 6-ാം മിനിറ്റിൽ ബോക്സിലേക്ക് പാഞ്ഞെത്തിയ പന്ത് വലയിലേക്ക് അങ്ങനെ അടിച്ച് കയറ്റിയ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോകം, സ്റ്റേഡിയം മുഴുവൻ ഒരൊറ്റ ശബ്ദത്തിൽ പറഞ്ഞ ഒറ്റ ഡയലോഗുള്ളൂ: സ്യൂ. വിമർശകരുടെയൊക്കെ വായടപ്പിച്ച CR7 ആദ്യ ഗോൾ. പോർച്ചുഗൽ 1, ഉസ്ബെക്കിസ്ഥാൻ 0. ആ ഗോൾ വീണ് റൊണാൾഡോയുടെ മുഖത്തുണ്ടായ ഒരു, എന്താ പറയുന്നത്, മുഖത്തുണ്ടായ ഒരു ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവൻ എത്രമാത്രം വൈകാരികമായി, എത്രമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണേന്ന് ആ ഒരൊറ്റ ഫേസ് ലുക്കിലൂടെ നമുക്ക് മനസ്സിലാവും. അതുമല്ല, ഇനി ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് അവൻ തരും എന്ന് മനസ്സിലാക്കാനും ആ ഫേസിലൂടെ സാധിച്ചു. അങ്ങനെ കളി കടന്നുപോയി. നല്ല കളി തന്നെയായിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ മാക്സിമം പ്രതിരോധം കൊടുത്ത് ഉസ്ബെക്കിസ്ഥാൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ 17-ാം മിനിറ്റിൽ തന്നെ നമ്മൾ അടുത്ത പ്രഹരം പോർച്ചുഗലിൽ കൊടുത്തു. നമ്മുടെ വേറെ ആരുമല്ല, മെൻഡസ് ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രതിരോധത്തെ പൂർണ്ണമായും തകർത്ത് 2-ാം ഗോൾ കടന്ന്, എന്താ പറയുക, കളി പൂർണ്ണമായും പോർച്ചുഗലിൻ്റെ കയ്യിലേക്ക് എത്തി. പോർച്ചുഗലിലായി പിന്നെ കളി. ഉസ്ബെക്കിസ്ഥാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടോട്ട് ഇങ്ങോട്ടോട്ട് അവർക്ക് റൊണാൾഡോനെ പൂട്ടണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പൂട്ടണോ, നല്ലൊരു വമ്പൻ കളി തന്നെയായിരുന്നു. അങ്ങനെ കളി നല്ല ആവേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന 39-ാം മിനിറ്റിൽ, ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ നിസ്സാര മിനിറ്റ്, 39-ാം മിനിറ്റിലാണ് പിന്നെയും ആ മാന്ത്രിക മനുഷ്യൻ പിന്നെയും വന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. 2ാമത്തെ ഗോൾ ഈ ലോകകപ്പിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നെയും ഗോളടിച്ച്. എല്ലാവർക്കും ഗോളടിക്കാമല്ലോ. മെസ്സി ഗോളടിച്ച്, എംബാപ്പെ ഗോളടിച്ച്, എന്ത് ചെയ്യും? ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിച്ച കഴിക്കുമോ? ഇതൊക്കെ മെസ്സിയുടെ ആരാധകർക്ക് ഇഷ്ടപ്പെടില്ല. എന്നാലും കളി എന്ന് തന്നെ പറയണമല്ലോ. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ 2ാമത്തെ ഗോള് 39-ാം മിനിറ്റ്, ലോകം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു. കാരണം അമ്മാതിരി പ്രായത്തിലും ആ പന്തിനായി മേടിക്കുന്ന ഓട്ടവും ആ ഫിനിഷിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഗോള് നമ്മുടെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ നമ്മുടെ പോർച്ചുഗലിൽ 3-0 മുന്നിൽ. പിന്നെ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത് ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ച് വമ്പൻ പ്രയാസം തന്നെയാണ്. കാരണം 3-0 ആയി. ആരാധകരെല്ലാവരും കാത്തിരുന്ന പോലെ നല്ലൊരു പോർച്ചുഗലിന് വമ്പൻ തിരിച്ചു വരവ്. അങ്ങനെ ഒന്നാമത്തെ പകുതി അവസാനിക്കുമ്പോൾ 3-0. അങ്ങനെ രണ്ടാമത്തെ പകുതി തുടങ്ങിയാലും ഒരു പോർച്ചുഗലിന് ഒരു, എന്താ പറയുന്നത്, ഒരു മൂർച്ചയ്ക്ക് ഒരു കുറവുണ്ടായില്ല. നല്ല രീതിയിൽ അറ്റാക്കായിരുന്നു. അവർ ഓടി നടന്നവർ അവിടെ ഇവിടെ, എന്താ പറയുക, നല്ല ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രതിരോധത്തെ മൊത്തത്തിൽ തള്ളിക്കാൻ വേണ്ടി അവർ മാക്സിമം ഓടി നടന്ന് നല്ല കളിയാണ് കാഴ്ചവെച്ചത്. ഉസ്ബെക്കിസ്ഥാനും പ്രതിരോധം പലപ്പോഴും പാളുന്ന പോലെ തന്നെയാണ് കാണുന്നത്. കാരണം വെച്ചാൽ അവർക്ക് ഇവരുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പോലും സാധിച്ചില്ല എന്ന് തന്നെ പറയാം.
അങ്ങനെ ഇരിക്കുകയാണ് 60-ാം മിനിറ്റിലാണ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ്റെ തന്നെ ഒരു ഒരു ഫുട്ബോളറിൻ്റെ പേര് നൊമാറ്റോ മറ്റോ ആണ്. നൊമാറ്റോ, പുള്ളിയാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ സെൽഫ് ഗോൾ വരുന്നത്. എന്ത് ചെയ്യാനാ ഈ ഫുൾ ടൈം പോർച്ചുഗൽ പടം നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരു സെൽഫ് ഗോളും വന്നു. അങ്ങനെ 4-0 അവസാനം. അങ്ങനെ 60-ാം മിനിറ്റിൽ ഗോൾ 4-0. പിന്നെയും കളി തുടരുകയാണ്. വമ്പൻ കളിയാണ്. നല്ല കളി തന്നെയായിരുന്നു പോർച്ചുഗൽ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ടീം കളിക്കുന്നത് കാണുമ്പോൾ നമുക്കും ആവേശം തോന്നുമല്ലോ. അമ്മാതിരി കളി, നല്ല അടിപൊളി കളിയായിരുന്നു. അങ്ങനെ ഉസ്ബെക്കിസ്ഥാനെതിരെ 87-ാം മിനിറ്റിൽ ലിയാവോയുടെ അടുത്ത ഗോൾ. ആഹാ, അടിപൊളി. വെറും പകരക്കാരനായി മാത്രം ഇറങ്ങിയതാണ്. കളം നിറഞ്ഞ ലിയാവ ഉസ്ബെക്കിസ്ഥാന്റെ നെഞ്ചിലേക്ക് അവസാനത്തെ 5-ാമത്തെ ഗോൾ അടിച്ചങ്ങോട്ട് കയറ്റി. ആ 5-ാമത്തെ ഗോൾ അടിച്ചു കയറ്റി. അങ്ങനെ 5-0 വളരെ മനോഹരമായി പോർച്ചുഗൽ ഈ കളി ജയിച്ചിരിക്കുന്നത്. അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ, നമ്മൾ വേറെ ആരും പറയാനുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് തന്നെയാണ്. കാരണം എല്ലാവരും എഴുതിത്തള്ളി, എല്ലാവരും ഗോളടിക്കുന്നു, പുള്ളിക്ക് ഗോളടി പോയിട്ട് പുള്ളിക്ക് പന്ത് പോലും കിട്ടുന്നില്ല എന്ന് എല്ലാവരും കുറ്റപ്പെടുത്തി. ഈ തവണ ഈ ഉസ്ബെക്കിസ്ഥാനെതിരെ കളി എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് എല്ലാ ടീമുകളും അത്യാവശ്യം നന്നായി തന്നെ കളിച്ചു. അത്യാവശ്യം മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്തു. അതിന്റെ ഫലം അവരുടെ ടീമിന് കിട്ടുകയും ചെയ്തു. ആ ടീം 5-0 വിജയിക്കുകയും ചെയ്തു. നല്ല ടീമാണ് പോർച്ചുഗൽ. പക്ഷെ അവർ തമ്മിലുള്ള ഒത്തൊരുമയില്ലാത്തത് തന്നെയാണ് ആ ടീമിന്റെ നാശം. എന്തായാലും ഒത്തുപിടിച്ചാൽ മലയും പോരുന്നല്ലേ. ഈ പ്രാവശ്യം എന്തോ അവർ ഒത്തുപിടിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ ഈ കളിയെ വമ്പൻ നല്ല വിജയത്തോടു കൂടി 5-0 തന്നെ അവർ വിജയിക്കുകയും ചെയ്തു. നമ്മളെ ഇതിൽ എടുത്തു പറയേണ്ട വേറെ ആരുമല്ല, നമ്മുടെ റൊണാൾഡോ തന്നെയാണ്. റൊണാൾഡോ ഒരു വികാരം തന്നെയാണ്. അദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും, പലരും അയാൾക്ക് പ്രായമായി, അയാൾ ഇനി ഓടാൻ കൊള്ളില്ല, അയാൾ അവോയ്ഡ് ചെയ്യണം, അയാൾക്ക് അഹങ്കാരമാണ്, അയാൾക്ക് മാത്രം ഗോൾ അടിക്കണം, വേഗത കുറഞ്ഞു, അയാൾ ടീമിന് ബാധ്യതയാണ്. എന്നാൽ ഇന്നലെ നമ്മൾ കളി കാണുമ്പോൾ നമുക്കറിയാം. നമ്മളെ ഗ്യാലറിയിലേക്ക് നോക്കിയാൽ മതി. എന്താണ് ഓരോ തവണ റൊണാൾഡോ പന്തുമായി പോകുമ്പോൾ, അല്ലെങ്കിൽ ഓരോ തവണ പുള്ളിയുടെ കാലിൽ പന്തെത്തുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം ഇടിക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് തൻ്റെ സഹതാരരെ കെട്ടിപ്പിടിച്ചും മറ്റുള്ളവരായിട്ട് പ്രോത്സാഹിപ്പിച്ചും എല്ലാത്തിലും ആ 7-ാം നമ്പർ താരം കളം നിറഞ്ഞ് കളിച്ചു. എന്താ പറയുക, ഒറ്റ വാക്കുള്ളൂ, സിംഹം എത്ര വയസ്സായാലും വേട്ട അവസാനിപ്പിക്കില്ല എന്ന് പറയും പോലെ ഈ റൊണാൾഡോ എന്നുള്ളത് എത്ര പ്രായമായാലും ഇപ്പോൾ 6-ാമത്തെ വേൾഡ് കപ്പിലും പുള്ളി തുടർച്ചയായി 6-ാമത്തെ വേൾഡ് കപ്പിലും ഗോളടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ പുള്ളിക്ക് എന്തോ ലോക റെക്കോർഡ് എന്തോ ആണ്. ഞാൻ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, ആണെന്ന് തോന്നുന്നു. തുടർച്ചയായി 6 ലോകകപ്പിലും ഗോളടിച്ച ഒരു ഫുട്ബോളർ എന്നുള്ള രീതിയിൽ റൊണാൾഡോയ്ക്ക് ആ റെക്കോർഡും കിട്ടി. അത് ഇന്നലെ കണ്ണീരോടെ തന്നെയാണ് ശരിക്കും ഫുട്ബോൾ ആരാധകരെല്ലാവരും നമ്മൾ കളി കണ്ട് അവസാനിപ്പിച്ചത്. കാരണം വെച്ചാൽ അമ്മാതിരി പ്രതീക്ഷയും അമ്മാതിരി എന്താ പറയുക, എല്ലാവരും പറയുന്നു പുള്ളിക്ക് പ്രായമായി, ഏജായി എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിൽ നിന്നും അയാളെ ഒരു ഇതുപോലെയായിരുന്നു. പക്ഷെ ഇന്നലത്തെയും കൊണ്ട് അയാളെല്ലാം തിരിച്ചടിച്ചു. ആരാധകരുടെ എല്ലാവരുടെയും കണ്ണ് നിറയിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ 5-0 നമ്മൾ എല്ലാ റൊണാൾഡോയുടെ ആരാധകരും അല്ലാത്തവരും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വിജയം തന്നെ പോർച്ചുഗലിന് നേടാൻ സാധിച്ചു. റൊണാൾഡോ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വന്നു. 2-0 2 ഗോൾ അടിച്ചു. പിന്നെ ബാലൻസ് ഉള്ളവർ 3 പേരും ഗോൾ അടിച്ചു. അതോടുകൂടി ഒരാൾ സെൽഫ് ഗോളാട്ടോ. 2 പേരും ഗോൾ അടിച്ചു. അങ്ങനെ പോർച്ചുഗലിന്റെ നല്ലൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു നടന്നത്. ഇനി നമുക്ക് കെ ഗ്രൂപ്പിന്റെ ഒരു അവസ്ഥയിലേക്കൊന്ന് കിടക്കാം. കെ ഗ്രൂപ്പ് ഇപ്പം പമ്പൻ വിജയത്തോടുകൂടി പോർച്ചുഗൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ അതൊരു എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ ഇനിയും കോങ്കോയായിട്ടുള്ള കളി ഇനി അടുത്തിപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ ഏകദേശം 4-ാം സ്ഥാനത്താണ്. അതിൻ്റെ ഏകദേശം തീരുമാനമായി എന്ന് തോന്നുന്നു. ഉസ്ബെക്കിസ്ഥാൻ ഇനി എത്രത്തോളം, അല്ല, അവർ ഏഷ്യൻ രാജ്യമാണ്, അവർ അത്രത്തോളം പോരാ ഒന്നുമല്ലുള്ളൂ. എന്നാലും പോർച്ചുഗൽ ഇനി അടുത്ത പ്രീ ക്വാർട്ടറിലേക്ക് കടക്കട്ടെ. നമുക്ക് ഇനിയും റൊണാൾഡോൻ്റെ കളി കാണാൻ സാധിക്കട്ടെ. ഇനി അടുത്ത വർഷം റൊണാൾഡോ ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല. കാരണം ഫുട്ബോളാണ്. വിരമിച്ചു എന്ന് പറഞ്ഞാലും പിന്നെയും വരുന്നു. അവർക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം അവർ വരും. കാരണം ഇതൊരു മാർക്കറ്റിംഗ് ആണല്ലോ. ശരി, അവരൊക്കെ ഉണ്ടെങ്കിലാണ് ഫുട്ബോൾ കാണാനും, അല്ലെങ്കിൽ മെസ്സി, റൊണാൾഡോ, ഇവരൊക്കെ, നെയ്മർ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഫുട്ബോളിന് നല്ലൊരു വേൾഡ് മാർക്കറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് അവർ ഒരിക്കലും അവരെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ അവർ സമ്മതിക്കില്ല. നമ്മുടെ സ്പോൺസേഴ്സ് പോലും സമ്മതിക്കത്തില്ല. കാരണം അവരുണ്ടെങ്കിലാണ് നമുക്ക് നമ്മളും കളി കാണാനിരിക്കുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം.
അപ്പോൾ ഇനി അടുത്ത വേൾഡ് കപ്പിൽ അവൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്നാലും ഈ വേൾഡ് കപ്പിൽ ഇനിയും അദ്ദേഹത്തിൻ്റെ റൊണാൾഡോൻ്റെ കളി കാണാൻ നമുക്ക് സാധിക്കട്ടെ. പ്രീ ക്വാർട്ടറിൽ ഇനിയും മത്സരങ്ങളുണ്ട്. ഇനി നമുക്ക് കാണാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി പിന്നെയും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. റൊണാൾഡോ ഫാനാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം. ഓക്കെ, താങ്ക് യു, ബൈ.